9-ാമത്തെ സങ്കീർത്തനം നമുക്കിന്ന് ധ്യാനിക്കാം. ആകമാനം 20 വചനങ്ങളല്ലേ ഉള്ളൂ. ദൈവത്തിലുള്ള പ്രത്യാശയാണ് ഈ സങ്കീർത്തനത്തിന്റെ ആധാരമായിട്ട് കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്നത്. വാസ്തവത്തിൽ 9-10 സങ്കീർത്തനങ്ങൾ ഒരുമിച്ചാണ് പരിഗണിക്കുന്നതെങ്കിലും 9-ാമത്തെ സങ്കീർത്തനം ദൈവത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. ന്യായാസനത്തിൽ ഇരിക്കുന്നവന് വിധി നടപ്പിലാക്കുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയുള്ളവനായിട്ട് അടുക്കുകയാണ് സങ്കീർത്തകൻ. ശത്രുവിന്റെ പരാജയത്തിൽ ദൈവത്തിന്റെ നീതി നിർവഹണത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഈ സങ്കീർത്തനം. ദൈവത്തിന് മുൻപിൽ എതിരാളികൾ പോലും അപ്രത്യക്ഷമാകും, അവരുടെ സ്മരണ പോലും മാഞ്ഞു പോകും. കാരണം പീഡിതരുടെ നിലവിളി അത്രമാത്രം ശക്തമാണ്. പീഡിതൻ നിലവിളിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കർത്താവ് മർദ്ദനങ്ങള് ഏൽക്കുന്നവരുടെ ശക്തി കേന്ദ്രമാണ്. സങ്കടങ്ങളിൽ കർത്താവ് അഭയസ്ഥാനമാണ്. മനുഷ്യരെല്ലാവരും അഹങ്കാരം വെടിഞ്ഞിട്ട് ദൈവത്തെ മറക്കാതിരിക്കാൻ ശ്രമിക്കാം. നിരന്തരം ദൈവത്തിന്റെ പ്രത്യാശ അനുഭവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അഹങ്കാരം വെടിഞ്ഞിട്ട് കർത്താവിന് നമ്മുടെ വേദനകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.